ഹലോ മൈ ഡിയേഴ്സ്. അപ്പോൾ ഇന്നാണ് കേട്ടോ കെട്ടുന്നറ. അപ്പോൾ കാലത്ത് തന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതേ അമ്മ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ചോറും കറിയൊക്കെ വെക്കാനുള്ള ഒരു ഇതിലാണ്. കെട്ടുന്നറക്കായിട്ടുള്ള അരികളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സാമ്പാറിന് ഉപ്പേരിക്കുള്ള കഷ്ണങ്ങളൊക്കെ മുറിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ ചോറ് കുക്കറിൽ വിസിൽ വെക്കാമെന്ന് വെച്ചിട്ട് അത് അഴിച്ച് കഴിഞ്ഞതിന് ശേഷം അമ്മ സാമ്പാർ ഞാൻ ഉപ്പേരിയായിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ കെട്ടുന്നറയ്ക്ക് ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മോളിത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഹാൻഡ് ബാഗ് വേണം പറഞ്ഞിട്ട് കരഞ്ഞപ്പോൾ ഞാൻ ഈ ഒരു ബാഗിൽ ഒതുക്കി കേട്ടോ. എൻ്റെ ചേച്ചിയുടെ മോളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ മിഠായിയൊക്കെ കൊണ്ട് തരാൻ വന്നിട്ടുണ്ടായിരുന്നു. നേരെ നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. രണ്ട് പേരെ ആയിട്ടാണ് കെട്ടുനിറയ്ക്കുന്നത്. നിറയെ സ്വാമിമാരുണ്ട് കേട്ടോ ഈ വർഷം. അതുകൊണ്ട് തന്നെ അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ശരണം വിളിച്ചു. അന്നദാന പ്രഭുവേ, ആനന്ദദായകനെ, അൽപുനി വാഹനമേ, പില്ലാളി വീരനെ, പായസാന പ്രിയനെ, വീരമണി കണ്ഠനെ, ഭസ്മാഭിഷേക പ്രിയനെ, അപ്പാച്ചി മേടേ, അപ്പാച്ചി കുഴിയേ, ശരംകുത്തിയാലേ, ആശ്രിത വത്സലേ. സത്യം പറഞ്ഞാൽ ശരണം വിളിക്കുമ്പോൾ എനിക്ക് സങ്കടമാണ് കേട്ടോ. കാരണം ഞാൻ ചെറിയ കുട്ടിക്കാലത്ത് എനിക്ക് ഒരുപാട് ശബരിമലയ്ക്ക് പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ആരും പോകാത്തതുകൊണ്ട് തന്നെ എനിക്കൊന്നും പോകാൻ പറ്റിയില്ല. അതിനായിട്ടുള്ള സാഹചര്യങ്ങളൊന്നും ഒരുങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതേ നമ്മുടെ അനിയന് ഇരുന്നിട്ടുണ്ട്. അപ്പം അമ്മയ്ക്ക് നെയ്നാളികേരുണ്ടായിരുന്നു, അതൊക്കെ നിറച്ചു കേട്ടോ. അപ്പോൾ എനിക്ക് എപ്പോഴും ശരണം വിളിയൊക്കെ കേട്ട കണ്ണിൽ നിന്ന് വെള്ളം വരും. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല സത്യത്തിൽ. എന്താ പറയുക, എന്തായാലും വയസ്സായാലും നമുക്ക് പോകാമല്ലോ അല്ലേ. അപ്പോൾ എന്തായാലും വയസ്സായാലും എനിക്ക് എന്തായാലും ശബരിമല 18-ാം പടി കയറണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അത് ദൈവം നടത്തി തരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്, നടന്നില്ല. എന്താ പറയുക, അതിനുള്ള സാഹചര്യമായിട്ടുണ്ടാവില്ലായിരിക്കും അല്ലേ. ദൈവത്തിനെ കാണാൻ നമുക്ക് സമയമായിട്ടുണ്ടാവില്ല. എൻ്റെ മോള് ഭയങ്കര വഴക്കായിരുന്നു കേട്ടോ. അവൾ ഒത്തിരി കരഞ്ഞു. പിന്നെ മാമൻ കെട്ടുന്നറ കഴിഞ്ഞിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ മോനെ കാണാൻ വേണ്ടി അനിയനെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അവരെ കണ്ടിട്ട് അങ്ങനെ പോയി റിട്ടേൺ കെട്ടുന്നറയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഇറങ്ങുകയാണ് കേട്ടോ എല്ലാവരും. 42-43 സ്വാമിമാരുണ്ടായിരുന്നു. കഴിഞ്ഞ വട്ടം നമ്മുടെ വീട്ടിൽ നിന്നായിരുന്നു ലെമൺ റൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ വർഷം വേറെ 2 വീട്ടിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും കൊടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ മനസ്സിൽ വിചാരിച്ചുള്ള കാര്യങ്ങളൊക്കെ ദൈവം നടത്തി തരട്ടെ അല്ലേ. അപ്പം നമുക്ക് മനസ്സ് നിറവോടുകൂടി സന്തോഷത്തോടു കൂടി ഇനിയും ചെയ്യുന്നതിൽ സന്തോഷമേ ഉള്ളൂ. നമ്മൾ എന്നും സ്വാമിമാരുടെ കൂടെ ശരണമൊക്കെ വിളിച്ചിട്ട് അവർ ബസ് കയറ്റി യാത്ര ചെയ്യിക്കാനായിട്ട് വരും കേട്ടോ. അപ്പോൾ എന്നും ട്രാവലറാണ്, ഇന്ന് നമുക്ക് ബസ്സാണ്. അത്രയും സ്വാമിമാരുണ്ട്. അപ്പോൾ എന്തായാലും നന്നായി ദർശനം കണ്ടിട്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തിരിച്ചു വരട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ഇട്ടുണ്ടെങ്കിൽ കാണാം. ബൈ, സീ യു.